എന്തുകൊണ്ടാണ് ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിലേക്ക് വരുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു അഡീഷണൽ ഇൻകം, ഒരു സൈഡ് ഇൻകം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ പറയുവാണ്, നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ ഒരു സൈഡ് ഇൻകം കിട്ടാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വരണ്ട. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് അല്ലെ ഓഹരി വിപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. ട്രേഡ് ചെയ്യാവുന്നവരാണെങ്കിൽ അതിനുവേണ്ടി സമയം വേണം. നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾ ട്രേഡ് ചെയ്തു. നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള, അതായത് ക്ഷമയുണ്ടോ? മനസ്സിനുള്ളിൽ ലോസ് വന്നാൽ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടോ? നിങ്ങൾക്കിത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടോ? ഈ ഷെയർ മാർക്കറ്റിനെ പറ്റി, ആ ഒരു ഷെയറിനെ പറ്റി നല്ല ധാരണയുണ്ടോ? അത് മറ്റുള്ളവർ പറയുന്നതുകൊണ്ടല്ല, എൻ്റെ സ്വയം സ്റ്റഡിയുടെ പുറത്താണോ നിങ്ങളിത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഒരുത്തൻ പറയുന്നത് കേട്ടിട്ട്, ഒരാൾ പറയുന്നത് കേട്ടിട്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ കൊണ്ടിട്ട് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച ഒരു ചേട്ടായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടാ വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെന്നാണ് പറയുന്നത്. പുള്ളി ഒരുപാട് ട്രേഡിങ്ങും കാര്യങ്ങളും, സ്വിംഗ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്